वर्ल्ड में आप सबका स्वागत है. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് 1943 പ്രകാശിതമായ താരസപ്തകിലെ കവികളെ ഓർത്തിരിക്കാനുള്ള കുറച്ച് ട്രിക്സൊക്കെ ആയിട്ടാണ്. ഇത് നമ്മൾ ഫ്രണ്ട്സ് എക്സാംസിന് വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ താരസപ്തകിൽ വരുന്ന കവികളെ നമുക്കറിയാം. മുക്തിബോധ്, നേമിചന്ദ്ര ജെയിൻ, ഭാരത് ഭൂഷൺ അഗ്രവാൾ, പ്രഭാകർ മാച്വേ, ഗിരിജാകുമാർ മാതൃ, രാംവിലാസ് ശർമ്മ, അഗ്ഗേയം. അപ്പോൾ ഇവരെ ഒരു കോഡിലാക്കി പഠിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതിനുള്ള കോഡാണ് അമുനെ, ഗിര, പ്രഭ. ഇതിൽ ആ വരുന്നത് ഓഫ് കോഴ്സ് അഗ്ഗേയാണ്. ആ കൊണ്ട് അഗ്ഗേയെ ഓർക്കുക. പിന്നെ മൂ കൊണ്ട് വരുന്നത് മുക്തിബോധാണ്. ഗജാനൻ മാധവ് മുക്തിബോധ് എന്നാണ്, പക്ഷെ നമ്മൾ പഠിക്കാനുള്ള സൗകര്യത്തിന് മുക്തിബോധ് എന്ന് മാത്രം എടുക്കുകയാണ്. പിന്നെ നേമിചന്ദ്ര ജെയിനാണ് നെയിൽ വരുന്നത്. അപ്പോൾ അമ്മുനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി വരുന്നതാണ് ഗിര. ഗിരായിൽ വരുന്നത് ഗിരിജാകുമാർ മാതൃവും രാംവിലാസ് ശർമ്മയുമാണ്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് ആയി. അമ്മുനെ ഗിരായായി. ഒന്നും കൂടെ പറഞ്ഞേക്കാം. ആ കൊണ്ട് അഗ്ഗേയ, മൂ കൊണ്ട് മുക്തിബോധ്, നേ കൊണ്ട് നേമിചന്ദ്ര ജെയിൻ, ഗിരായിൽ ഗിരിജാകുമാർ മാതൃവും രാംവിലാസ് ശർമ്മയും. ഇനി പ്രഭായിൽ വരുന്നത് കൊണ്ട് പ്രഭാകർ മാച്വേയാണ്. ഭായിൽ വരുന്നത് ഭാരത് ഭൂഷൺ അഗ്രവാളും. അങ്ങനെ ഈ ഒരു അമുനെ, ഗിര, പ്രഭ എന്നുള്ള ആ ഒരു വാക്ക് കുറച്ച് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അമുനെ, ഗിര, പ്രഭ എന്തായാലും നമ്മുടെ മനസ്സിൽ കയറും. അപ്പോൾ വൺസ് മോർ ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. ആ കൊണ്ട് അഗ്ഗേയ, മൂ കൊണ്ട് മുക്തിബോധ്, നേ കൊണ്ട് നേമിചന്ദ്ര ജെയിൻ, ഗി കൊണ്ട് ഗിരിജാകുമാർ മാതൃ, രാ കൊണ്ട് രാംവിലാസ് ശർമ്മ, പ്ര കൊണ്ട് പ്രഭാകർ മാച്വേ, ഭ കൊണ്ട് ഭാരത് ഭൂഷൺ അഗ്രവാൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.